എവിടെയാ മാറ്റം വരുത്തുന്നതെന്നറിയോ? രോഗകാരണത്തിനാണ് ചികിത്സ. മുൻകാലത്ത് ആയുർവേദത്തിന്റെ വിശ്വകരന്മാർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന്. ശരിയല്ലേ? ഏറ്റവും നല്ല ഭക്ഷണമാണ് വിവ ഈ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ല മെഡിസിൻ. അതുകൊണ്ടാണ് 12 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ തന്നെ, ഈ ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെ ഇന്ന് 50-ലധികം നാടുകളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. US, ജപ്പാൻ, ജർമ്മനി, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, ഇവിടെയൊക്കെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇതിനേക്കാൾ വലിയ കൊറിയർ ചാർജ് തന്നിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന ആളുകൾ ഈ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുണ്ട്. സോ നിങ്ങളുടെ ഓൺട്രപ്രൂണിയർ ജേർണി നിങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാം. ഈ പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട്, ഒരു റീറ്റെയിലർ ആയിട്ട് വിവയുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭകത ജീവിതം ആരംഭിക്കാം. നമ്മൾക്കിവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ആവശ്യം വരുന്നില്ല. പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അതിന്റെ പഠനങ്ങൾക്കും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനും ഒക്കെ വേണ്ടി വിവ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കമ്പനിക്ക് ആവശ്യമേ വരുന്നില്ല. ഇനി ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അയ്യോ ഞാനൊരു ബിസിനസ്സുകാരനല്ലാലോ, എനിക്ക് ബിസിനസ് ചെയ്ത് പരിചയം ഇല്ലാലോ, എന്റെ കുടുംബത്തിലാരും ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടും ഇല്ലാലോ, ടെൻഷൻ വേണ്ട. നമ്മളെ എങ്ങനെ വിജയിക്കണമെന്ന് പഠിപ്പിക്കാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 3 കാറ്റഗറി ആളുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മുടെ സ്പോൺസർ, ആരാണോ നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അദ്ദേഹം നമ്മളെ സഹായിക്കും. 2 വൈബ്രന്റ് വിവ, ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന വൈബ്രന്റ് വിവ. വീട്ടമ്മയായ നിങ്ങളെ, വിദ്യാർത്ഥിയായ നിങ്ങളെ, നിലവിൽ സ്വയം തൊഴിലുകാരനായ, ജോലിക്കാരനായ, അതല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ആഫ്റ്റർ റിട്ടയർമെന്റിൽ ഇരിക്കുന്ന നിങ്ങളെ വിജയിക്കാൻ പാകത്തിന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട്. അതാണ് വൈബ്രന്റ് വിവ. അടുത്തത് 3-ാമത്തെയാണ് ഇൻഡസ് വിവയാണ്. ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വിൽപ്പനയ്ക്ക് ശേഷം കൃത്യമായ GST ഗവൺമെന്റിലേക്ക് കൊടുത്ത്, നമ്മൾ വിൽക്കുന്നതിന് നമുക്ക് ലാഭം അയച്ചു തന്ന് അതിന്റെ DDS ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമ്മളെ ആര് സഹായിക്കും? ഇൻഡസ് വിവ. ഈ 3 ലെവലിൽ നമുക്ക് സപ്പോർട്ട് ലഭിക്കും. നിങ്ങൾ ഇന്ന് യെസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഈസ് സെല്ലിംഗ്. First you will be a salesman, be a good salesman. Eventually you will become a businessman. പറയുന്നത് ആരാ? ഇന്ത്യ കണ്ട നമ്പർ 1 ബിസിനസ്സുകാരനായിട്ടുള്ള ധീരുഭായ് അംബാനി പറയുന്നു, നല്ല സംരംഭകനാവണോ ആദ്യം നമ്മൾ ആരാവണം? നല്ല സെയിൽസ്മാൻ ആവണം. നല്ല സെയിൽസ്മാൻ ആവാതെ നല്ല സംരംഭകനാവാൻ പറ്റില്ല. അപ്പൊ ഒരു സെയിൽസ്മാൻ, സെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ 200 പേര് ചിന്തിക്കുന്നുണ്ടാവും,